ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കൈപ്പങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയാലോ. കൈപ്പങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അതിൻ്റെ കയ്പ്പായിരിക്കും അല്ലേ. എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഈ കൈപ്പങ്ങ അധികം ഇഷ്ടമല്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അതിനുശേഷം വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, കുട്ടികളൊക്കെ കഴിക്കും. അപ്പോൾ ഞാനത് നിങ്ങളുമൊത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു കൈപ്പങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് റൗണ്ടിൽ കട്ട് ചെയ്ത് കനം കുറച്ച് റൗണ്ടിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള സുർക്കയും ചേർത്ത് കറിവേപ്പില ഇട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കുക. ഞാൻ കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കായപ്പൊടി ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഞാനിവിടെ കൈപ്പങ്ങ കുരുവോട് കൂടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ടും കട്ട് ചെയ്യാം. ഞാനിവിടെ കുരുവോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചധികമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ആദ്യം 2 ടേബിൾ സ്പൂൺ ആയിരുന്നു ചേർത്തിരുന്നത്, പിന്നെ ഒന്നുകൂടെ വേണം തോന്നി, അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് ചേർക്കട്ടോ. കാരണം കയ്പ്പയ്ക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അധികം കയ്പ്പുണ്ടാവും. അപ്പോൾ ആ ഒരു കയ്പ്പ് അധികം കണ്ട് അറിയാതിരിക്കാനാണ് കുറച്ചധികം നമ്മൾ എപ്പോഴും ഒഴിക്കുന്നതിനേക്കാളും കുറച്ചധികം വിനാഗിരി ചേർക്കട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിങ്ങനെ മറിച്ചിടാം. അങ്ങനെ നമ്മുടെ കൈപ്പങ്ങ ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫ്രൈ ചെയ്യാം. നല്ല ഞെരിച്ചാൽ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഞാനിനി ഇത് കോരി മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കൈപ്പങ്ങ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ ചോറിലേക്കൊക്കെ നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മുരിച്ചില വന്നാൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. നമുക്ക് കയ്പ അറിയത്തില്ല. അങ്ങനെ നമ്മുടെ കൈപ്പങ്ങയുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.